WWE ഡെബ്യൂ ചെയ്ത പെൻഡ എന്ന് പറയുന്ന റെസ്ലർ യഥാർത്ഥത്തിൽ ആരാണ്? പെൻഡ എന്ന റെസ്ലറുടെ കേപ്പബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ജാഡ് ഗേബിളിന് എതിരെയുള്ള ഒരൊറ്റ മത്സരത്തിലൂടെ പെൻഡ നമുക്ക് മുന്നിൽ തെളിയിച്ചു തന്നിരിക്കുന്നു. ലൂച്ച അണ്ടർഗ്രൗണ്ടിൻ്റെ മുൻ വേൾഡ് ചാമ്പ്യൻ, TNA റെസ്ലിംഗിൻ്റെ വേൾഡ് ചാമ്പ്യൻ, AEWൻ്റെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയവയൊക്കെ വിജയിച്ച് റെസ്ലിംഗ് കരിയറിൽ തന്നെ മറ്റുള്ള കമ്പനികളിൽ നേടാവുന്നതെല്ലാം നേടിക്കൊണ്ടാണ് പെൻഡ അവസാനം WWE എന്ന് പറയുന്ന മേജർ കമ്പനിയിലേക്ക് വന്നിരിക്കുന്നത്. പെൻഡയുടെ ആദ്യ മത്സരം ജാഡ് ഗേബിളിനെതിരെ അതിഗംഭീരമായി തുടങ്ങാനും അവസാനിപ്പിക്കാനും പെൻഡ എന്ന റെസ്ലറിന് സാധിച്ചു. WWE ബാൻ ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള മൂവുകളും പെൻഡ ഈ മത്സരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായും കാണാൻ സാധിച്ചു. മെക്സിക്കോയിൽ നിന്നുള്ള പെൻഡ എന്ന് പറയുന്ന റെസ്ലർ ഇതിനോടകം തന്നെ അമേരിക്കൻ ആരാധകർക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു മുഖമാണെങ്കിലും ഇന്ത്യൻ ആരാധകർ പെൻഡ എന്ന് പറയുന്ന റെസ്ലറിനെ വലിയ രീതിയിൽ ഫോളോ ചെയ്യാറില്ലായിരുന്നു. എന്നാൽ WWE വന്ന പെൻഡ ആരാണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ മത്സരത്തിലൂടെ അദ്ദേഹം തെളിയിച്ചു തന്നിരിക്കുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഫെനിക്സ് കൂടി WWE വരാനുണ്ട്. അത് കുറച്ചധികം മാസങ്ങൾ എടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പെൻഡയുടെ ഡെബ്യൂ അതിഗംഭീരമായിരുന്നു. ആ മത്സരം കണ്ടിട്ടുള്ളെങ്കിൽ കാണുക. അതിഗംഭീരമായിട്ടുള്ള പ്രകടനം പെൻഡയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചു. ഗംഭീരമായിട്ടുള്ള സ്റ്റാർട്ടിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ WWE കരിയറിന് ലഭിച്ചിരിക്കുന്നത്. മെക്സിക്കോയിൽ നിന്നുള്ള മറ്റൊരു മുഖംമൂടി താരവും WWE അടക്കി വാഴാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് റോ എപ്പിസോഡിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു.